പ്രവചനങ്ങൾ പലപ്പോഴും അത് ഫലിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ അത് അസ്ഥാനത്താവാറുമുണ്ട്. ചില പ്രവാചകർ അത് ഫലിക്കുന്നു. ലോകം ഇന്ന് അവസാനിക്കുന്നു, നാളെ അവസാനിക്കുക, 2020 അവസാനിക്കുക, 2010 അവസാനിക്കുക, ഇങ്ങനെ 19-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങനെ പ്രവചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഭൂമി അവസാനിക്കാൻ പോകുന്നു, പ്രളയം വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നിരവധി പ്രവചനങ്ങളാണ് ഈ പ്രവാചകരൊക്കെ പ്രവചിക്കുന്നത്. പക്ഷെ അതിൽ ചിലതൊക്കെ ഇങ്ങനെ അതുപോലെ തന്നെ നടക്കാറുണ്ട് എന്നുള്ളതാണ് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്നത്. അത്തരത്തിൽ ഒരു 14 പ്രവചനങ്ങളിലെ 13 ഫലവത്തായ ഒരു പ്രവാചകയുണ്ട്. അവർ ജാപ്പനീസ് ബാബ വാങ്ക എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവരുടെ യഥാർത്ഥ പേര് റിയോ തത്സുഗി എന്നാണ്. റിയോ തത്സുഗി എന്നുള്ള പേരാണ് ഇവരുടെ ഒറിജിനൽ നെയിം. ബാബ വാങ്ക എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. ഇവർ മാങ്ക ആർട്ടിസ്റ്റാണ്, ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റാണ് ഇവർ. അതുമാത്രമല്ല, ഇവരുടെ ഈ ഒരു പ്രവചനത്തിൽ ഇപ്പോൾ വെട്ടിലായിരിക്കുന്ന ചൈനയും ജപ്പാനും ഒക്കെയാണ്. കാരണം ഇവരുടെ പലപ്പോഴും ഇവരുടെ ഈ പ്രവചനങ്ങളൊക്കെ ഫലിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളൊക്കെ ആശയക്കുഴപ്പത്തിലാണ്. ഇപ്പോൾ ഇവർ പ്രവചിച്ചിരിക്കുന്നത് 2025 ജൂലൈ 5-ന്, അതായത് നാളെ പുലർച്ചെ 4:18-ന് പ്രകൃതി ദുരന്തം സംഭവിക്കും, വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കും എന്നുള്ള ഒരു പ്രവചനമാണ് ഇവരിപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. റിയോ തത്സുഗിയുടെ പുതിയ പ്രവചനമാണ്. ഇത് കണ്ട് പേടിച്ച് സത്യം പറഞ്ഞാൽ ചൈനയിലെയും ജപ്പാനിലെ എല്ലാ ആൾക്കാരും പോകുന്ന യാത്രകളൊക്കെ ക്യാൻസൽ ചെയ്ത്, ടൂറൊക്കെ പോകുന്നവർ അതൊക്കെ ക്യാൻസൽ ചെയ്ത് ഇപ്പോൾ അതാത് ജോലിക്ക് പോലും പോകാതെ അതാത് വീട്ടിൽ തന്നെ അവർ ഇരിക്കുകയാണ്. അത്രയ്ക്ക് ഭയന്നിരിക്കുകയാണ്. കാരണം ഇവരുടെ പ്രവചനങ്ങളൊന്നും തെറ്റാറില്ല. കാരണം ഇവരായിരുന്നു നേരത്തെ സുനാമിയും ഭൂകമ്പം ഒക്കെ പ്രവചിച്ചിരുന്നു. അത് ഡേറ്റും സമയം സഹിതം പ്രവചിച്ചത് അതുപോലെ തന്നെയാണ് വന്നത്. പക്ഷേ ഇവരൊരു പ്രവാചകയൊന്നുമല്ല. പക്ഷേ ഇവർ ഈ കാണുന്ന സ്വപ്നങ്ങൾ, അവർ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഇവർ പിറ്റേന്ന് ഒരു കൃതിയായിട്ട് എഴുതി വെക്കും. അപ്പോൾ അതൊക്കെയാണ് പിന്നീട് അതൊരു പുസ്തകമാക്കിയൊക്കെ ചെയ്തു. പക്ഷെ അതാണ് പിന്നീട് ഈ പറഞ്ഞതുപോലെ സത്യമാവുകയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ അതുകൊണ്ട് തന്നെ ഇവർ എന്ത് പറയുന്നു അത് വിശ്വസിക്കാൻ കുറേ ജനങ്ങൾ ഈ ചൈനയിലേക്ക് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഇവരുടെ ഈ പ്രവചനം നമ്മുടെ മലയാളികളുടെ ഇടയിലും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രചാരം വൈറലായി എന്ന് തന്നെ പറയാം. പലരും ഇത് വിശ്വസിക്കുന്നുണ്ട്, പലരും അവിശ്വസനീയമായിട്ട് പറയും അത് എന്തോ ഇതായിട്ട്. ഒരു പക്ഷേ നമ്മുടെ ചില ജ്യോത്സ്യന്മാർ തന്നെ ഇതൊക്കെ ഇപ്പോൾ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അവരൊക്കെ പറയുന്നത് അവർ കോവിഡ് ഇവർ പ്രവചിച്ചിരുന്നു, അതുപോലെ തന്നെ സുനാമി. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവരുടെ പ്രവചന രീതി അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ചിലപ്പോൾ ഈ വായിക്ക് ഇത് പണ്ടൊരു പഴഞ്ചൊല്ല് അതുപോലെയൊക്കെ ആവാം. ചിലത് ഈ മെൻ്റൽ ഇതുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഓവർ പ്രഡിക്ഷൻ വെച്ചുള്ള പ്രവചനമായിരിക്കും, ഇതൊന്നും സത്യമാവണമില്ല എന്നൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ചില ജ്യോത്സ്യന്മാരൊക്കെ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞത് കോവിഡ് വ്യാപനവും 2011-ലെ സുനാമിയും ഒക്കെയാണ് ഇവർ നേരത്തെ പ്രവചിച്ചത്. ഇവരുടെ ആരാധകരും ഇത്തരത്തിലാണ് പറയുന്നത്. ഇവരുടെ ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് ഇത്തരം പ്രവചനങ്ങളൊക്കെ ഇവർ നടത്താറുള്ളത്. 2011-ലെ ഭൂകമ്പവും അതേ തുടർന്നുണ്ടായ സുനാമി ഇവരുടെ ഈ കൃതിയിലുണ്ടായിരുന്നു. ഇവരുടെ ഈ കവർ പേജിൽ തന്നെയായിരുന്നു ഇത് രേഖപ്പെടുത്തിയിരുന്നത്. അതിൽ പറയുന്ന ദിവസം തന്നെയാണ്, അതിൽ വിശദീകരിച്ചതുപോലെ തന്നെയാണ് ഈ ദുരന്തവും ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നത് ഇപ്പോൾ വലിയൊരു പ്രകൃതി ദുരന്തമാണ് ഉണ്ടാകാൻ പോകുന്നത് ലോകത്തെന്നുള്ളതാണ്. അപ്പോൾ എത്തരത്തിലാണ് പ്രകൃതി ദുരന്തം വരുന്നത് എന്നുള്ളത് അറിയില്ല. ഇത് സത്യത്തിൽ പ്രിന്റ് ചെയ്തത് 1999-ലായിരുന്നു ഇവരുടെ ഈ കൃതി പ്രിന്റ് ചെയ്തത്. ഫ്യൂച്ചർ ഐസോ എന്ന് പറയുന്ന ഈ കൃതി പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഈ 2011-ലെ ദുരന്തത്തിന് പിന്നാലെ ഈ കൃതി വളരെ വേഗം ജപ്പാനിൽ ചൂടൊപ്പം പോലെ വിറ്റഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ കൃതിക്ക് പിന്നെ വലിയ പ്രചാരകരും അതേപോലെ തന്നെ ആരാധകരുമായി ഇവർക്ക് എന്നുള്ളതാണ്. തുത്സുഗി കാണുന്ന സ്വപ്നങ്ങളെ ആസ്പദമാക്കിയാണ് ഇവർ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്താണോ ഇവർ സ്വപ്നം കാണുന്നത് അതിനെ ആസ്പദമാക്കിയാണ് ഇവർ ഓരോ കൃതിയും രചിക്കുന്നത്. അങ്ങനെയാണ് അവർ 1999 അവരുടെ ആദ്യത്തെ കൃതി പുറത്ത് ഇറക്കിയത്. ഇതിൽ അവർ പലപ്പോഴായി കണ്ട സ്വപ്നങ്ങളാണ് രേഖപ്പെടുത്തിയിരുന്നത്. അതിൻ്റെ കവർ പേജിലായിരുന്നു 2011-ലെ ദുരന്തത്തെ പറ്റി പറഞ്ഞിരുന്നത്. ഈ കൃതിയിൽ ആകെ 15 സ്വപ്നങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിലെ 13
സത്യമായി എന്നാണ് അവരുടെ ആരാധകരൊക്കെ പറയുന്നത്. ഡയാന രാജകുമാരിയുടെ ദാരുണമായ മരണവും കോവിഡും ഒക്കെ ഇതിൽ പരാമർശിച്ചു എന്നുള്ളതാണ് വാദം. എന്തായാലും ഞാനിത് വായിച്ചിട്ടില്ല, എനിക്കിതിനെപ്പറ്റി അറിയില്ല. പക്ഷേ ഇതിനെപ്പറ്റി കുറേ ആൾക്കാർ പറയുന്ന ഇത്തരത്തിലാണ്. ഇത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ അതിനകത്ത് പറയുന്നത് എന്നുള്ളതാണ്. ഇതിന് ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ല. ഇൻ്റർനെറ്റിൽ ജൂലൈ 5-ന് നടക്കാൻ പോകുന്ന ഈ ഒരു ദുരന്തത്തെ പറ്റി വലിയ ചർച്ചകളാണ്. കൊടുങ്കാറ്റ് പോലെയാണ് ഇപ്പോൾ ഇത് പ്രചരിക്കുന്നത്. ആളുകൾ എന്തായാലും ഭയങ്കര ഭയത്തോടെയാണ് അവിടെ, പ്രത്യേകിച്ച് ചൈന, ജപ്പാനിലുള്ള ആൾക്കാരൊക്കെ, ഹോങ്കോങ്, തായ്വാൻ തുടങ്ങിയ ഇടയിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ഭയത്തോടെയാണ് ഇതിനെ കാണുന്നത്. അവർ ഈ പറയുന്നത് പോലെ ഈ യാത്രകളൊക്കെ ആൾക്കാർ പരമാവധി ഒഴിവാക്കി. മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിനോദസഞ്ചാര മേഖലയൊക്കെ പുതിയ പ്രവചനം സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. റിയോ തത്സുഗിയുടെ ബുക്കിലുള്ള ഒരു പ്രവചനം ഇങ്ങനെയാണ്: ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ കടൽ തിളച്ചുമറിയും എന്നുള്ളതാണ് പ്രവചനം. ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ കടൽ തിളച്ചുമറിയും എന്നുള്ളതാണ്. ഇത് 2025 ജൂലൈ 5-ന് പുലർച്ചെ 4:18 സംഭവിക്കുമെന്നാണ് ഈ ബുക്കിലുള്ളത്. ഇതിനെ പലതരത്തിലാണ് ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത്. സമുദ്രത്തിനടിയിൽ ഈ ഭൗമ അന്തർഭാഗത്തിൽ നിന്നുള്ള ലാവ പുറത്തേക്ക് വരുമ്പോൾ, അതായത് നമുക്ക് ഈ ലാവ പുറത്തേക്ക് വരുമ്പോൾ വെള്ളം തിളച്ചു മറിയാൻ സാധ്യതയുണ്ടല്ലോ, അങ്ങനെ അതൊരു വലിയ ഭൂകമ്പത്തിൻ്റെ സൂചനയാകാമെന്നാണ് ചില ആൾക്കാർ ഇതിനെപ്പറ്റി പറയുന്നത്. കടൽ തിളച്ചു മറിയണമെങ്കിൽ അതൊരു വലിയ ഭൂകമ്പവും അതിനെ തുടർന്നുണ്ടാകുന്ന സുനാമിയുടെ സൂചനയാണെന്നാണ് ചിലർ വ്യാഖ്യാനിക്കുന്നത്. ഇതോടെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിരിക്കുന്നത്. ഇൻ്റർനെറ്റിലാകെ ഇപ്പോൾ ജൂലൈ 5-നെ പറ്റിയാണ് വിഷയം എന്ന് തന്നെ പറയാം. ഈ ഒരു റിയോ തത്സുഗിയുടെ പ്രവചനം എന്നൊക്കെ തുടങ്ങിയ ഹാഷ്ടാഗുകൾ വെച്ചാണ് ഇത് ഫുള്ള് പ്രചരിക്കുന്നത് തന്നെ. എന്തായാലും ആളുകളൊക്കെ വല്ലാണ്ട് പേടിച്ചൊക്കെ ഇരിക്കുകയാണ്. ഈ യാത്രകളും എല്ലാം ഒഴിവാക്കി, 80% യാത്രകളൊക്കെ ഒഴിവാക്കി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അത് കാണുമ്പോൾ തന്നെ ആ ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ആൾക്കാരുടെ ഇടയിൽ ഭീതി വളർത്തിയിട്ടുണ്ടെന്നുള്ള. ഇത്തരം അനാവശ്യമായിട്ടുള്ള ഭീതി പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും ജപ്പാനിലെ അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആളുകൾ ഇതൊന്നും കേട്ട ഭാവമില്ല, കാരണം എല്ലാവർക്കും ജീവനെ ഭയമാണ്. കാരണം മുൻകൂട്ടി ഇത്തരത്തിൽ അവർ പലതും പ്രവചിച്ചു. കാരണം ജപ്പാനിലെ ഭൂകമ്പം, ചൈനയിലെ ഉണ്ടായ പല കാര്യങ്ങളും ഒക്കെ, കോവിഡും ഒക്കെ ഇത്തരത്തിൽ അവരെ വല്ലാണ്ട് ഭീതി പടർത്തുകയാണ് ചെയ്യുന്നത്. കാരണം ഇനി അത് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു പേടി നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ അധികൃതർ പറയുന്നതൊന്നും ഇവർ കാര്യമായിട്ട് ഗവനിക്കുന്നില്ല. അവർ ഈ പറഞ്ഞതുപോലെ എല്ലാ യാത്രകളും റദ്ദാക്കി, 80% യാത്രകൾ റദ്ദാക്കി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിലറിയാലോ എന്തുമാത്രം ജനങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുമെന്നതിന് യാതൊരു തെളിവുമില്ലെന്നാണ് സർക്കാർ വാദിക്കുന്നത്. അതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് സർക്കാർ വാദിക്കുന്നത്. പക്ഷേ എന്ത് തന്നെയായാലും ദുരന്തങ്ങൾ എങ്ങനെ എപ്പോഴും വരാൻ ഇത് പറഞ്ഞുകൊണ്ടല്ലല്ലോ വരുന്നത്. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ പ്രവചനങ്ങളൊക്കെ എത്രമാത്രം ശരിയാണ്. ചിലവരൊക്കെ ഈ 6th ഐ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു ഇതൊക്കെ വരും. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ IQ ലെവലൊക്കെ ചില ആൾക്കാരുടെയൊക്കെ ഹൈ ലെവലൊക്കെ ആവുന്നവർക്ക് ചില പ്രവചനങ്ങളൊക്കെ സാധ്യമാകാറുണ്ട്. ഞാൻ ഒരിക്കൽ നമ്മുടെ മലയാളിയായ ഒരു കുട്ടിയുടെ തന്നെ, ആ കുട്ടി ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയാണ്. ആ കുട്ടി അതിന് സംസാരിക്കാനൊന്നും ഉള്ള ഒരു കഴിവില്ല. പക്ഷേ അമ്മ എന്താണ് ദൂരെ എന്ന് ഉള്ളിൽ അമ്മ എന്താണോ ചിന്തിക്കുന്നത് അത് ആ മകൻ എഴുതുന്ന ഒരു പക്ഷേ ഈ നമ്മൾ കാണുന്ന പ്രേക്ഷകർക്കൊക്കെ അത് അറിയാതിരിക്കാം. എനിക്ക് ആ കുട്ടിയുടെ പേരൊന്നും അറിയില്ല. ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ടത്. അതായത് അമ്മ മനസ്സിൽ ചിന്തിക്കുന്ന ആ കുട്ടി അപ്പോഴേ എഴുതും. അപ്പോൾ അത്തരത്തിൽ അതെങ്ങനെയാണ് സാധിക്കുന്നത്? അതൊരു കണക്ടിവിറ്റിയാണല്ലേ. അപ്പോൾ നമ്മൾ ഈ ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ നമുക്കതൊക്കെ ചിലപ്പോഴൊക്കെ നമ്മളുടെ ജീവിതത്തിലൂടെയുള്ള അനുഭവങ്ങളിലൂടെയാണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ പ്രകൃതിയായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷനൊക്കെ കാണും. ഇത്തരത്തിൽ അമ്മ എന്ന് പറയുന്നതാണല്ലോ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കണക്ഷൻ ചില മനുഷ്യർക്കിടയിൽ കാണും. നമ്മളൊക്കെ ചില സ്വപ്നങ്ങൾ കാണുന്നത് ചിലപ്പോൾ കുറച്ചാൾ കഴിഞ്ഞൊക്കെ യാഥാർത്ഥ്യമാകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു കണക്ഷൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഓവർ തിങ്കിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓവർ IQ ലെവലായിരിക്കാം. ഇതൊക്കെയായിരിക്കും ഒരു മനുഷ്യനെ ഈ ചില പ്രവചനങ്ങൾ നടത്താൻ സാധ്യമാക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ശരാശരി മനുഷ്യനെ പോലെ ആയിരിക്കത്തില്ല. നമ്മുടെയൊക്കെ കുറച്ചുകൂടെയൊക്കെ ബ്രെയിൻ ഡെവലപ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിയും ജ്ഞാനവും ഒക്കെ ഉള്ളവരാണ്. ഋഷിവര്യന്മാരെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അവരൊക്കെ
നമ്മൾ ഈ നക്ഷത്രങ്ങളെയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ അവരൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഉപകരണങ്ങളില്ലാണ്ട്. അതുപോലെ അന്നത്തെ കാലത്ത് ചികിത്സകൾ നടത്തിയിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള മനുഷ്യൻ്റെ ബ്രെയിനല്ല, അത് കുറച്ചുകൂടി IQ ലെവലൊക്കെ കൂടിയ ആൾക്കാർ പണ്ട് കാലങ്ങളിലുണ്ട്. അപ്പോൾ ഉള്ളവരൊക്കെ ചിലപ്പോഴൊക്കെ ഈ നൂറ്റാണ്ടിലും നമ്മുടെയൊക്കെ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് നേരത്തെ മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നത്. അതിനെ നമ്മൾ തീർത്തും വില കുറച്ച് കാണാൻ സാധിക്കില്ല. എന്നാൽ ഇതൊക്കെ വെറുതെ ആണെന്നും നമ്മുടെ ഒരു നിരീശ്വരവാദി അല്ലെങ്കിൽ ഒരു യുക്തിവാദി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ അതിനപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കുട്ടി, അതുപോലെ എത്രയോ ഇൻസിഡൻസുകൾ നമ്മുടെ ലോകത്തിന് ചുറ്റും നടക്കുന്നുണ്ട്. മാത്രമല്ല, മൃഗങ്ങൾക്ക് ഭൂമിയിലുണ്ടാവുന്ന ചെറിയ ഇതുപോലും അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ശക്തിയുണ്ട്. അപ്പം മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെ അത്തരത്തിൽ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സൃഷ്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവചനങ്ങളെ നമുക്ക് തീർത്ത് തള്ളിക്കളയാനും പറ്റത്തില്ല. എന്നാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാൽ, അങ്ങനെ ഭൂമിയുടെ ഓരോ സ്പന്ദനങ്ങൾ ശാസ്ത്രജ്ഞന്മാർ നാസ ഉൾപ്പെടെ ഇങ്ങനെ ഈ പറഞ്ഞോണം എന്താണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എന്ത് വന്നാലും നമുക്കത് അറിയാൻ പറ്റും. ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്നത് പെട്ടെന്നായിരിക്കും. അപ്പോൾ ലാവ ഇങ്ങനെ തിളച്ചു മറിയുന്ന ആ ഒരു സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ചിലപ്പോൾ ഇതൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ വലിയൊരു സുനാമിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഇത് സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പോൾ ഭയങ്കര വൈറലായിരിക്കും. നാളെയാണ് ജൂലൈ 5. ഏതായാലും ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല. നാളെ രാവിലെ 4:15 എന്ന് പറയുന്ന അവരുടെ സമയമാണോ നമ്മുടെ ഇന്ത്യൻ സമയമാണോ എന്നും അറിയില്ല. ഏതായാലും നമുക്ക് കാത്തിരിക്കാം, ഒന്നും വരാതിരിക്കട്ടെ അല്ലേ. ചില പ്രവചനങ്ങളൊക്കെ സത്യമാകുമ്പോൾ ചില പ്രവചനങ്ങളൊക്കെ അസത്യം അല്ലെങ്കിൽ അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമ്മളൊക്കെ ആശിക്കാം അല്ലേ.